ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2135. ഇന്ന് നവംബർ മാസം 4-ാം തീയതി, ഈ ആണ്ടിലെ 308-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുവേശു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നുകം വഹിപ്പാൻ എളുപ്പമാണെന്ന്, കഠിനമായ ഭാരമൊന്നുമില്ലെന്ന്. പിന്നെ നുകം വഹിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, ആശ്വാസം തരാമെന്ന് പറഞ്ഞു. അതേ ക്രിസ്തുവേശു തന്നെ അന്നത്തെ മത ആചാര്യന്മാരെയും മത നേതാക്കന്മാരെയും കുറിച്ച് ഇങ്ങനെയും പറഞ്ഞു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതികഠിനമായ ഭാരങ്ങൾ അവർ സാധാരണക്കാരുടെ ചുമലിൽ എടുത്തു വെക്കുന്നു. എന്നിട്ട് തങ്ങളുടെ ഒരു കൈവിരലുകൊണ്ട് പോലും ഒന്ന് താങ്ങാനായിട്ട്, ഒന്ന് സഹായിപ്പാനായിട്ട് മുതിരുന്നില്ല. നമ്മളും എങ്ങനെയാണ് ജീവിച്ചു പോരുന്നത്? ഒപ്പമുള്ള മനുഷ്യർക്കൊക്കെ നൽകി വരുന്ന നുകങ്ങൾ, ഭാരങ്ങൾ, ഭാണ്ഡക്കെട്ടുകളുടെ കഠിനമായ ഒരു അടിമത്തം. കുറേയൊക്കെ നമുക്ക് മറ്റുള്ളവരെ സ്വതന്ത്രരാക്കി വിട്ടുകൂടെ? കുറേയൊക്കെ എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും അവരുടേതായ ഇത്തിരി സ്പേസ് എങ്കിലും ഉണ്ടെന്ന് ഒരു വിചാരത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടുകൂടി എത്താം. അന്തരീക്ഷമൊക്കെ കുറെ കൂടി അയവ് വരും കേട്ടോ. മുറുക്കം മാറി കുറെ കൂടി അതൊരു ഭംഗിയായി അഴകോടുകൂടി നീങ്ങും. ബുദ്ധാശ്രമത്തിലെത്തിയ ബാലനെ കുറിച്ചാണ്. അവനൊരു ചെറിയ വിനോദമുണ്ട്, ഇത്തിരി ക്രൂരമാണ്. ചെറിയ പ്രാണികളെ ദേഹത്ത് കല്ല് കെട്ടി വിടും. അവ പിടയുന്നത് കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. രാത്രിയിൽ അതോർത്ത് കിടക്കയിൽ ചിരിച്ചു മറിഞ്ഞാണ് അവൻ ഉറങ്ങാൻ പോകുന്നത് പോലും. ഒരു ദിവസം ഉറക്കത്തിൽ അവനൊന്ന് തിരിഞ്ഞു കിടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവനൊട്ടും കഴിയുന്നില്ല. അവന്റെ അരക്കെട്ടിൽ ആരോ വലിയ കല്ല് കെട്ടിയിരിക്കുന്നു. അവൻ വലിയ വായിൽ നിലവിളിച്ചു. അവന്റെ നിലവിളി കേട്ട് ഗുരു അടുത്തെത്തി. ഗുരു പറഞ്ഞു, പേടിക്കണ്ട, ഞാനാണ് കല്ല് കെട്ടിയത്. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? പകൽ നീ കല്ല് കെട്ടിയവയുടെ ഭാരം അവയും ഇപ്പോൾ കഷ്ടപ്പെടുന്നുണ്ടാവും. അവയെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ നിന്റെ കല്ലഴിച്ചു കളയാം. അവൻ അതിരാവിലെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് നടന്നു. ഭാരം കൊണ്ട് ചെരിഞ്ഞു നടക്കുന്ന അവനെ കണ്ട് നിറകണ്ണുകളോടെ ഗുരു പറഞ്ഞു, ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോടാ. നീ കെട്ടഴിക്കാൻ ചെല്ലുമ്പോൾ അവയിൽ ഏതെങ്കിലുമൊക്കെ ചത്തിട്ടുണ്ടാവും. പിന്നെ നീ കല്ലഴിച്ചിട്ട് എന്ത് കാര്യം? എല്ലാവരും ഒന്ന് ചിന്തിക്കാവുന്നതാണ്. ഉപകാരമൊന്നും ചെയ്തില്ലല്ലോ. ആരെയും ഭാരപ്പെടുത്താതെ, ഉപദ്രവിക്കാതെ ഇരിക്കാമെന്നൊരു നിശ്ചയദാർഢ്യം, ഒരു പ്രതിജ്ഞ എടുത്ത, ഒരു തീരുമാനം കൈക്കൊണ്ടാൽ തന്നെ നമ്മുടെ പരിസരം കുറെ കൂടി അയവുള്ളതായും അഴകുള്ളതായും കുറെ കൂടി ആഴമുള്ളതായും ഒക്കെ മാറും. പ്രാർത്ഥനയും ആത്മീയ ശരീരങ്ങളുമൊക്കെ നമ്മളെ ഇങ്ങനെയും കൂടി ഒന്ന് പാകപ്പെടുത്തിയിരുന്നെങ്കിൽ, അല്ലേ? ആമേൻ.